എൻ്റെ പേരൊന്ന് പരിചയപ്പെടുത്താം. ഹസീന ഹമീദ് അലി. നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഉമ്മർ നാട്ടിൽ തൊട്ട അയൽവാസിയാണ്. പിന്നെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇപ്പം 3 വർഷത്തോളായി. ഈ 3 വർഷം ഫുള്ളായിട്ട് ഞാൻ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. ഏതായാലും ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെറിയോരോ പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മള് കുറെ ലക്ഷ്യങ്ങൾ മുടക്കിയിട്ട് ഷോപ്പൊക്കെ ഇട്ട സമയത്ത് നമ്മളോട് ഈ ഒരു ബിസിനസ് വന്ന് പറയുന്ന സമയം നമുക്കത് ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കാനൊന്നും പറ്റൂല. എന്നോട് ഉമ്മർ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ പറഞ്ഞതാണ്, ഇതിലിനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഒന്നും കൂടി അവർക്കൊക്കെ ആളെ നോക്കി നിൽക്കരുത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ എന്നുള്ള ഞാൻ ഒന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോട് ഈ ഉമ്മർ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഉമ്മർ ഈ ഒരു ബിസിനസ് എന്നോട് പറഞ്ഞിരുന്നു. ആ വീട്ടിലൊക്കെ കൊണ്ടുപോയി സാറ് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തന്ന സമയത്ത് ഞാൻ ഉമ്മർ അളന്ന് എന്ന് തന്നെ പറയാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ പന്നൂര് എന്ന നാട്ടിലെത്തിയിട്ട് 26 വർഷമായി. കഴിഞ്ഞ ഈ നവംബർ 29 അപ്പൊ ആ വന്നതിന് ശേഷം മുഴുവനും കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഉമ്മർ ഓത്തുപുരയിൽ ഉമ്മർ എന്നായിരുന്നു അന്ന് ആളെ അറിയപ്പെടുന്നത്. അപ്പോ ഇതാള് ഈ മൈലേജ് സ്റ്റൈൽ പറഞ്ഞ സമയത്ത്, ഈ ഒരു ബിസിനസ് പറഞ്ഞ സമയത്ത് വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു തന്ന്. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കിയത് എന്തായി പോയി, ഉമ്മർ എന്നും എന്താ പറയാ, ഒരു സാധാ ഒരു രീതിയിൽ വീടിന്റെ ഒരു ചാരുപടി ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ എപ്പോഴും കാണല്. കാരണം വലിയൊരു നല്ല രീതിയിലൊന്നല്ല ഉണ്ടാവുക, ഒരു ഡ്രസ്സ് പോലും നല്ല രീതിയിലല്ല ഉണ്ടാവല്. അപ്പൊ ഞാൻ അളന്നു പോയി. കാരണം എന്താ വെച്ചാല് ഉമ്മർ പറഞ്ഞപ്പോ ഒരു ബിസിനസ് കൂടിയാൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിൽ കടന്നുകൂടി. അങ്ങനെ ഞാൻ ആ ഒരു ബിസിനസ് പുച്ചാക്കി കരുതി. കാരണം ഉമ്മർ ആണല്ലോ പറഞ്ഞെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനത് തള്ളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറെ ഇങ്ങനെ MLM കമ്പനിയിൽ, 1-2 കമ്പനികളിലൊന്നല്ല ഞാൻ ജോയിൻ ചെയ്തത്. പല കമ്പനിന്റെ പേരുകളൊന്നും ഞാൻ ഇതിൽ എടുത്തു പറയുന്നില്ല. പല കമ്പനികളും ഞാൻ ജോയിൻ ചെയ്തു. 5 വർഷത്തോളം ഞാൻ അങ്ങനെയുള്ള ഓരോ കമ്പനികളും ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും സിസ്റ്റത്തിൽ കൂടെ പോവണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ലീഡേഴ്സും അതിൻ്റെതായ സപ്പോർട്ടിങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് സിസ്റ്റത്തിൽ കൂടെ പോവാൻ പറ്റും. പക്ഷെ അതിലൊന്നും എനിക്കൊന്നും നേടിയെടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. കുറെ പ്രൊഡക്റ്റുകൾ എടുക്കൂ, സെയിൽ ചെയ്യൂ, ഫ്രീ പ്രൊഡക്റ്റ് കുറെ വാങ്ങും എന്നല്ലാതെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു വരുമാനം വാങ്ങാൻ എനിക്ക് നടന്നിട്ടില്ല. അപ്പൊ ഈ ഒരു കമ്പനിയിലേക്ക് മാറിയ സമയത്ത് ഉമ്മർ കുറെ പന്നൂരിൽ ഐഡിയ അടിച്ച് കുറെ ഡിസ്ട്രിബ്യൂട്ട് ഉണ്ടായിരുന്നു ഉമ്മർ കീഴിൽ. അവരൊക്കെ ഉമ്മർ എൻ്റെ അടുത്തേക്ക് വിട്ട്. പക്ഷെ അവരൊന്നും ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറഞ്ഞുതരാൻ പറ്റിയ ഒരു ലീഡർ ഒന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ അവരെ കൂടെ ഒന്നും ഞാൻ ഐഡിയ അടിച്ചില്ല. കുറെ ആളുകളെ വിട്ടിക്കുന്നു. നിങ്ങളൊന്ന് പോയി നോക്കി, ഹസീന മേഡത്തിന്റെ അടുത്ത് പോയി നോക്കി എന്ന് പറഞ്ഞു ഉമ്മർ കുറെ ആളുകളെ വിടും. പക്ഷെ എന്താണ്, അവരെ കൂടെ ഒന്നും ഞാൻ ഐഡിയ അടിച്ചില്ല. കാരണം ഞാൻ കുറച്ച് MLM-ൽ നിന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇനി നമ്മൾ MLM കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും നമ്മൾ നല്ലൊരു ലീഡേഴ്സിന്റെ കൂടെയോ അങ്ങനെയുള്ള ഒരാളുകളെ കൂടെ നമുക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളുകളെ കൂടെ നിന്നാലേ നമുക്ക് ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറെ ആളുകൾ പന്നൂരിൽ നിന്ന് വന്നു. പക്ഷെ അവരെ കൂടെ ഒന്നും ഞാൻ ഐഡിയ അടിച്ച് കയറിയില്ല. പക്ഷെ പിന്നാണ് എൻ്റെ അടുത്തേക്ക് സാബിത് സാറ്, റഷീദ് സാർ അയക്കുന്നത്. ഒരു ദൂതന്മാരെ വിടുമ്പോഴാണ് ഉമ്മർ ആളുകൾ അയക്കുക. കാരണം എന്താ വെച്ചാല് ആരെ കൂടാണ് ഞാൻ കയറാന്നുള്ളത് ഉമ്മർ പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ കുറെ ആളുകളെ നിരന്തരം ഫോളോ അപ്പ് ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും കൂടെ നിന്നില്ല. പക്ഷെ യാദൃശ്ചികമായിട്ട് നമ്മളെ റഷീദ് സാറെ ഞാൻ എന്റെ ഷോപ്പിന്റെ അടുത്തുനിന്ന് കണ്ടുമുട്ടാൻ തയ്യാറായി. അപ്പൊ റഷീദ് സാർ എന്നോട് ഉമ്മർ കൂടെ ഉണ്ട്. അപ്പൊ എന്നോട് ബിസിനസ് അന്നപ്പോ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് നിങ്ങളെ എപ്പോഴാ കിട്ടാന്നൊക്കെ ചോദിച്ചു. പിന്നെ നിരന്തരം എൻ്റെ ഷോപ്പിൽ വരലായി. അങ്ങനെയാണ് റഷീദ് സാറും സാബിത് സാറും കൂടി വന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ കുറെ MLM ചെയ്യുന്നുണ്ട്, ഞാൻ അതിൽ വരുമാനം വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. കാരണം ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഒഴിഞ്ഞു മാറണല്ലോ, ഇനിയും MLM അല്ലേ, എന്തായാലും ഇതുപോലൊക്കെ ഉണ്ടാവുള്ളൂ, എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലായിപ്പോയി എൻ്റെ മനസ്സിൽ. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കിട്ടാതെ നിൽക്കുന്ന നേരം ഇനിയും MLM എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ദേഷ്യം പോലാണല്ലോ. അപ്പോ റഷീദ് സാറും സാബിത് സാറും വന്ന് ഇതിന്റെ കാര്യങ്ങൾ ഫുള്ള്, ഇതിന്റെ പ്ലാനും ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കുറച്ച് കാര്യങ്ങളും
ഒക്കെ പറഞ്ഞു തന്ന സമയത്ത് ഇതിന്റെ പ്ലാന് കേട്ട സമയത്ത് എനിക്കൊരു ഗെയിം പോലായിട്ട് തോന്നി. കാരണം ഞാൻ ചെയ്ത മേഖലയിലുള്ള പ്ലാന് ഭയങ്കര ഒരു ടഫ് പ്ലാനായിരുന്നു. അപ്പൊ ഈ ഒരു പ്ലാൻ കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നതിന്റെ അത്ര ഉള്ള ഒരു പ്രയാസം ഈ പ്ലാനിൽ എനിക്ക് തോന്നുന്നില്ല, ഇതൊരു ഗെയിം പോലൊക്കെ ഉണ്ട് എന്ന് തോന്നി. ഏതായാലും ഞാൻ ഐഡിയ അടിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ എനിക്കൊരു 50,000 എന്നൊന്നും പറയുന്ന ഒന്നും അല്ല. കാരണം എന്താ വെച്ചാല് പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഒറ്റയടിക്ക് 50,000 പ്രൊഡക്റ്റ് എടുത്ത് കുറച്ച് ഷോപ്പിൽ അട വെച്ച് കുറച്ച് വീട്ടിൽ വെച്ച് ഒരു 18,000 അടുത്തോളം ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനും കൊണ്ട് മാറ്റി. കാരണം വീട്ടില് ഇങ്ങനെ മീറ്റിങ്ങിന്റെ സമയം രാവിലെ മോർണിംഗ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഉമ്രസ്ഥാന്റെ വക പൊലച്ചക്ക് 5 മണിക്കുള്ള വിളിയാ, എണീക്കാനുള്ള വിളിയാ. അന്നപ്പൊക്കെ ഞാൻ ചിന്തിക്കും, ഈ ഉമ്രസ്ഥാൻ എന്തായിരിക്കല്ലോ നമ്മളെ പൊലച്ചക്ക് വിളിച്ചോണ്ട് ഈ മീറ്റിങ്ങിൽ ഇരുത്തിയില്ലെങ്കിൽ എന്തായിരിക്കല്ലോ തരക്കേട്. അങ്ങനെ കുറെ മനസ്സോണ്ടൊക്കെ കുറെ വെറുത്തു പോയിക്കുന്നു ആ ഒരു സമയത്ത് ലീഡേഴ്സിനെ. കാരണം നമ്മളങ്ങനെ പ്രയാസപ്പെടുത്തുകയാണല്ലോ അന്ന്. കാരണം രാവിലെ എണീക്കാൻ വിളിക്കുക. അപ്പൊ എന്റെ വ്യാപ്പിൾ അങ്ങനെ ചോദിക്കൂ, ഈ മനുഷ്യന് വേറൊരു പണിയൊന്നും ഇല്ലേ? അന്നപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൽ എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ള. ഇവര് നിരന്തരം രാവിലെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ ഏതായാലും ഉമ്രസ്ഥാന്റെ നിരന്തരമുള്ള വിളിയോ ഉമ്രസ്ഥാന്റെ ഫോളോ അപ്പോ ഋഷി സാറ് സാബി സാറ് അതും ഫോളോ അപ്പ് ചെയ്ത് ബിൻഷിറ മേഡം ആ അതുകൊണ്ട് ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സിന്റെ ഫോളോ അപ്പ് ആണ്. പ്രത്യേകിച്ച് ഉമ്മർസ്ഥാൻ എടുത്തു പറയണം. കാരണം എന്താ വെച്ചാല് ഒരു മടികളില്ലാതെ ഒരു സ്ത്രീയെ രാവിലെ തന്നെ വിളിക്കാൻ ഒരു ധൈര്യം കാണിച്ച ഉമ്മർസ്ഥാദാണ്. കാരണം ഉമ്മർസ്ഥാദിന്റെ ആ ഒരു തുടക്ക സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇത് മാത്രമാണ് എന്നൊക്കെ ഈ ഒരു രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ ഉമ്മർസ്ഥാദിന് മനസ്സിലായി കഴിഞ്ഞ് ഇനി നമ്മളെ നോക്കിയിട്ടില്ല എങ്കിലും ഓര് എത്തേണ്ട ഓല് എത്തു, ഓല് പോകേണ്ട ഇടത്തിൽ ഒരു പോകൂ എന്നുള്ള തോന്നൽ ഉമ്മർസ്ഥാദിന്റെ മനസ്സിൽ എത്തിക്കഴിഞ്ഞ്. കാരണം എന്താ വെച്ചാൽ നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് ചെയ്ത ആളായത് കൊണ്ട് എനിക്ക് പോക്കിലോ വരവിലോ ഒന്നും ഒരു പ്രയാസങ്ങളില്ല. കാരണം ആ ഷോപ്പിലേക്കുള്ള സാധനങ്ങൾ ഞാൻ സ്വന്തം എടുത്ത് കൊണ്ട് വന്നിട്ട് സെയിൽ ചെയ്യുന്ന അവസ്ഥ അതിനുണ്ടായിരുന്നു. അപ്പോൾ ഏത് മേഖലയിലേക്കായാലും ഞാൻ ഒറ്റക്ക് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് പോക്കില് ഒരു മീറ്റിങ്ങിലായാലും കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഒരാളെ ആവശ്യങ്ങളൊന്നും അന്നേ അല്ല. അന്ന് എനിക്ക് എന്റെ വ്യാപ്പിള തന്നെ സപ്പോർട്ടാണ് കച്ചവടത്തിന്റെ കാര്യത്തിലൊക്കെ ആയാലും. അപ്പൊ ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താക്കി, ട്രഡീഷണൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഇതിലേക്ക് വരുന്നത്. പ്രൊഡക്റ്റ് ഒക്കെ എടുത്തുക്കുന്നതെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാൻ തയ്യാറായി, വീട്ടിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി. മോൾക്കാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടി, മോനിക്ക് കിട്ടി, എനിക്ക് കിട്ടി. പക്ഷെ അവിടെ ഒന്നും എന്തായില്ല, ബിസിനസ് ആയിട്ട് ചെയ്യണമെന്ന് എനിക്കൊരു താല്പര്യം ഇങ്ങോട്ട് വന്നില്ല. ഞാനിങ്ങനെ മീറ്റിംഗ് ഒക്കെ കേൾക്കും, പക്ഷെ ഒരു ബിസിനസ്സിൽ ഇറങ്ങണമെന്നുള്ള ഒരു താല്പര്യം വന്നില്ല. അത് വെച്ച് തന്നെ പിന്നെ ഈ ഷോപ്പൊക്കെ ഉള്ള ഞാൻ ഈ ഒരു ബിസിനസ്സിലുള്ള ഞാനും പിന്നെ കൊണ്ടുവന്ന് പിന്നെ നാട്ടിൽ തന്നെ ഒരു ഹോട്ടലിലേക്ക് പോയി. ഹോട്ടൽ തുറക്കാൻ ശ്രമിച്ചു. ഹോട്ടൽ തുറന്നപ്പോൾ റഷി സാർ ഉമ്മർസ്ഥാനോട് ചോദിച്ചിട്ടുണ്ട് പോലെ, അല്ല സിനിമയുടെ ഹോട്ടലൊക്കെ തുറന്നല്ലോ, ഇപ്പൊ ബിസിനസ് ഒന്നും ചെയ്യലുണ്ടാവില്ലല്ലോ. അപ്പം ഉമ്മർസ്ഥാൻ പറഞ്ഞിരിക്കുന്ന പോലെ അത് 2 മാസമൊക്കെ ഉണ്ടാവുള്ളൂ, ഓള് ഇങ്ങോട്ട് വരുമെന്ന്. അതേ രീതിയിൽ തന്നെ എന്തായി, 2 മാസം 2.5 മാസം കഴിഞ്ഞപ്പോ ആ ഹോട്ടല് പൂട്ടി. ഏതായാലും ഹോട്ടൽ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിലൊന്ന് കുളിച്ച് കയറാന്ന് പറയലുണ്ട്. നമുക്കൊക്കെ അത്രയും റിസ്ക് എടുക്കണം, എഫേർട്ട് എടുക്കണം, എന്നാലേ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും 2 മാസത്തോളം ഞാൻ ഹോട്ടൽ കൊണ്ടിടുന്നു, എന്താ പറയാ പണ്ടാരിപ്പണിയൊക്കെ എടുത്തു. ആ ഒരു സമയത്താണ് എൻ്റെ ഈ ഒരു കമ്പനി നിന്റെ അക്കൗണ്ടിലേക്ക് ചെറിയ രീതിയിലുള്ള ഒരു വരുമാനങ്ങളൊക്കെ വരൽ തുടങ്ങി. കാരണം എൻ്റെ 1 ഭാഗം പവറിൽ പോവാണ്. അപ്പൊ എൻ്റെ 2 ഭാഗത്ത് വന്ന ഫസ്ല മേഡം ഇസ്മായിൽ സാറൊക്കെ നല്ല രീതിയിൽ ചെയ്യൽ തുടങ്ങി. അപ്പോൾ ഓരോ ഞാനും കുറഞ്ഞ രീതിയിലാണ് എടുക്കുന്ന സമയത്ത് ഇതിൽ വരുമാനം വരൽ തുടങ്ങിയ സമയത്ത് ഇതെന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളത് ഞാനും മനസ്സിലാക്കി. അങ്ങനെ ഈ 2 മാസം ഹോട്ടലിലും അതേപോലെ മേശയും കസാലയും ഒക്കെ അവിടെ ഇട്ട്, അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്, ആ സ്ഥലത്ത് തന്നെ ഉണ്ട്, ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഓർമ്മകൾക്കായി വെച്ചതാ. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പൂട്ടിയിട്ട് ഇപ്പോ പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്, എൻ്റെ ഫുഡ് വെയറും എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പും എൻ്റെ സ്റ്റിച്ചിങ് മേഖലയും ഒക്കെ ഇപ്പൊ എല്ലാം ഒക്കെ ഒഴിവാക്കി. ഫുഡ് വെയർ 6 ലക്ഷത്തോളം ഉറുപ്പ്യ മുടക്കിങ്ങാണ്ട് ചെരുപ്പിന്റെ പീടികയായിരുന്നു. അതുപോലെ തന്നെ മുടക്കിയ റെഡിമെയ്ഡ് ഷോപ്പും സ്റ്റിച്ചിങ്ങും മെഷീനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിലുണ്ട്. ഏതായാലും നല്ലൊരു മുടക്ക് തന്നെ എനിക്ക് ഉണ്ടായിരുന്നു.
അതെല്ലാം ഒഴിവാക്കി ഈ പീഡിയ ഷോപ്പുകളൊക്കെ ഒഴിവാക്കി എല്ലാ ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കുറഞ്ഞ വിലക്ക് വിറ്റ് കഴിച്ചിലാക്കി. ഇപ്പൊ ഏതായാലും പറയുകയാണ്, എനിക്ക് ഈ ഒരു കമ്പനി ഉള്ള വരുമാനവും ഈ കമ്പനിയിലുള്ള ഒരു ജോലി വർക്കും മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഉള്ളൂ. കാരണം നമ്മൾ ചെയ്ത കുറെ ബിസിനസ്സുകളും ട്രഡീഷണൽ ബിസിനസ് ആയാലും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുകയും നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാല് ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സാധനത്തിന് ഷോർട്ട് ആയാൽ അത് 12 പീസ് നമ്മൾ ഇറക്കി വെക്കുന്ന ഒരു അവസ്ഥ മാറും. ചിലപ്പോൾ അതിൽ 2 പീസായിരിക്കും പോവുക, ബാക്കി ആടെ എന്താവുകയാണ്, അവിടെ കിടക്കുകയെന്ന്. അങ്ങനെ രീതിയിലുള്ള പല ടെൻഷനുകളും ദിവസം കച്ചവടത്തിന് സെയിലിന് സാധനം വാങ്ങുന്ന ആളുകൾ വരുന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, ഷോപ്പിൽ നിന്ന് സാധനം പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കൈമേൽ കച്ചവടം ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടെൻഷൻ തന്നെയാണ് ഒരു കച്ചവട ഫീൽഡിലാകുന്ന സമയത്ത്. അപ്പൊ ഇതിലേക്ക് മാറി ഞാൻ ഇതിനെ പറ്റി ഒന്ന് ചെറിയ രീതിയിൽ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷനുകളൊന്നും വരാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഒരാളുകൾക്ക് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവര് നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നതും. പിന്നാണെങ്കിലും പന്തൂർ അങ്ങാടിയിലായ കാരണം ഞാൻ ഈ തുടക്ക സമയം ഇതെല്ലാം മാറ്റി വെച്ച് ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ ഇത് ഏറ്റെടുത്ത് ചെയ്യണം വന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് വീടാന്തരം കയറാതെ ഞാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് വീട്ടിൽ കൂടെ നടക്കുന്ന എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം ഏതൊരു വീട്ടിൽ കൊണ്ടുപോയാലും വാതിൽ അടക്കുന്ന ഒരവസ്ഥയിലേക്ക് നല്ലാതെ തുറക്കുന്ന ഒരവസ്ഥയല്ല. എനിക്ക് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാവും. അപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുന്ന നേരം ബാഗിലിട്ട് പിടിച്ചിട്ട് പുറത്തുനിന്ന് നമ്മളിപ്പോ ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ അവരോട് നമ്മൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ നല്ല രീതിയിൽ സാധനം സെയിലാക്കായിരുന്നു. കാരണം വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട്ടുകാർ നമ്മളെ എതിർത്ത് സംസാരിക്കുന്നത് പോലെ പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, നമ്മളോട് ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്ന സമയത്ത് നമ്മളോട് എതിർത്ത് സംസാരിക്കൂല. അപ്പൊ അങ്ങനെ ഞാൻ നല്ല രീതിയിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. പല ഭാഗത്തേക്ക് പോയിട്ട് നമ്മളെ നാട്ടിൽ കൂടെ അല്ലാതെ നമ്മൾ പല ഭാഗത്ത് കൂടെ പോയിട്ട് വീട്ടിൽ കൂടെ അല്ല, നമ്മളിപ്പോ ഒരു ബസ്സിലായാലും ബസ്സിൽ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എത്തുന്ന സ്ഥലം വരെ ഈ ബസ്സിലെ സീറ്റിൽ പോലെ ഇറങ്ങുന്നവരെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ ടൗണിലൊക്കെ കാണുന്ന നമ്മൾ അറിയാത്ത ആളുകളോട് പരിചയപ്പെടൂ. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് ഒക്കെ നല്ല രീതിയിൽ സെയിൽ ചെയ്യായിരുന്നു. ആ ഒരു സമയത്ത് സെയിൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് സെയിലിങ്ങിന്റെ ലാഭം കിട്ടി. ആ ലാഭം കിട്ടിയതോടുകൂടി ഇതിലും നിന്നാൽ നമുക്ക് പ്രൊഡക്റ്റ് വിറ്റാൽ നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടെന്ന് മനസ്സിലാക്കി. ആ പോകുന്ന സമയത്ത് നമുക്ക് പല ആളുകളെ നമുക്ക് ബന്ധപ്പെടാനും പരിചയപ്പെടാനും പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു യാദൃശികമായിട്ട് ഒരാളെ കിട്ടി. ഒരു അരീക്കോട് ഭാഗത്തുള്ള ഒരാളെ കിട്ടിയ സമയത്ത് ഞാൻ നമ്പർ വാങ്ങി, അവരെന്റെ നമ്പറും വാങ്ങി. എൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റ് അവർ വാങ്ങുകയും ചെയ്തു വീട്ടിലേക്ക്. അങ്ങനെ ഇതാള് ഗൾഫിലും പോയി. ഈ ആള് ഗൾഫ് പോയ സമയത്ത് എന്റെ സ്റ്റാറ്റസ് നിരന്തരം കാണല് തുടങ്ങിയ സമയത്ത് അവരെ വൈഫിന് വേണ്ടിയിട്ട് അവരെ വീട്ടിലൊന്ന് പോവാൻ പറഞ്ഞു. അങ്ങനെ വൈഫിന്റെ അടുത്ത് പോയി. വൈഫിന്റെ അടുത്ത് പോയ സമയത്ത് മാഡത്തിന് യൂട്രസിൽ തടുപ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഋഷി സാറും മിനിഷ്ര മാഡത്തെയും കൂട്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. ആ വീട്ടിൽ പോയ സമയത്ത് ഓർക്ക് എന്ത് കിട്ടിയാലും ഒരു കഴിക്കാൻ ഓർക്ക് തയ്യാറാ. കാരണം എന്താ വെച്ചാല് അവര് സർജറി പറഞ്ഞതാണ് 3 മാസം കഴിഞ്ഞിട്ട്. ഇതിനൊരു മരുന്നില്ല, ഈ അതുകൊണ്ട് ഇതെന്തായാലും സർജറിയെ പറ്റുള്ളൂ, അതുകൊണ്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞ. അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കാൻ ഒരു തയ്യാറായി. അങ്ങനെ തയ്യാറായ സമയത്ത് ഒരു 3 മാസത്തേക്കുള്ള ഒരു കോഴ്സ് കണക്കാക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു 3 മാസം കറക്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പോകും, നിരന്തരം പോവലുണ്ട്. പോയി വിവരങ്ങളൊക്കെ അറിഞ്ഞ് നമ്മളൊരു കുടുംബം ബന്ധം പുലർത്തും പോലാണല്ലോ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോവും, അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കൂ. ഏതായാലും 3 മാസം കറക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരെ കൊണ്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പ്രൊഡക്റ്റ് കഴിക്കണമെങ്കിൽ നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതേ ആദ്യം എടുത്ത സ്കാനിങ് എടുത്ത അതേ ഡോക്ടർ നിർദ്ദേശപ്രകാരം 3 മാസം കഴിഞ്ഞ് ഒരു സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത സമയത്ത് ആ തടുപ്പില്ല, ഫുള്ള് നോർമലായി പോയിട്ടുണ്ട് 3 മാസം കൊണ്ട്. അപ്പൊ മേഡത്തിന് ഭയങ്കര സന്തോഷായി. ആളെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് എന്നെ വിളിച്ചു, നിങ്ങൾ ബാക്കി ഒരു 6 മാസത്തെ കോഴ്സിനുള്ള പ്രൊഡക്റ്റും കൂടി നിങ്ങൾ താത്തക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. അപ്പൊ ഒരു സർജറിയിൽ നിന്ന് ഒരു വ്യക്തിനെ നമുക്ക് സർജറി ഇല്ലാതെ മാറ്റി ഈ ഒരു നോർമലായി മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാത്രമാണ്.
യൂട്രസിലെ തടുപ്പിന് നമ്മൾ അന്ന് അവിടെ കൊടുത്തത് വുമൺ കമ്പാനിയന് സൈക്ലോവ 95. മേഡത്തിന് നല്ല ഗ്യാസിന്റെ പ്രശ്നമുണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ലിവഗെയിനും കൂടി അതിലേക്ക് ആഡ് ചെയ്തു. ഈ ഒരു പ്രൊഡക്റ്റ് ആണ് മേഡം കഴിച്ചത്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മേഡത്തിന്റെ ഈ ഒരു പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഇത് ഏറ്റെടുത്ത് ചെയ്തുകൂടാ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ ആളിക്കത്തി. പിന്നെ വീട്ടിലാണെങ്കിൽ എൻ്റെ മോൾക്ക് നല്ല രീതിയിലുള്ള ചൊറിയായിരുന്നു. അത് മാറിയ വീഡിയോ ഒക്കെ മുറസ്താദ് ഗ്രൂപ്പുകളിലൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ നടന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഏറ്റെടുത്ത് ആളുകളിലേക്ക് കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ മനസ്സ് കിട്ടിക്കഴിഞ്ഞു. അതപ്പോ ഞാൻ മനസ്സിലാക്കി, ഞാനൊരു പണക്കാരി ആയിട്ടില്ല എങ്കിലും നമ്മളെ പ്രൊഡക്റ്റ്, നമ്മളെ കൈകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവരെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുമല്ലോ എന്നുള്ള തോന്നലാണ് എൻ്റെ മനസ്സിൽ കൂടുതലായിട്ട് ആളിക്കത്തിയത്. കാരണം ബിസിനസ് ആയിട്ട് പണക്കാരി ആയിട്ടില്ല എങ്കിലും നമ്മളെ കൈകൾ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അവരെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുമല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ പല റിസൾട്ടുകളും ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊടുത്ത പ്രൊഡക്റ്റിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു കൂടുതൽ തൈറോയിഡ് ഉള്ള, ജീവിതത്തിൽ ഫുള്ള് തൈറോയിഡിന്റെ ഗുളിക കഴിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് പ്രൊഡക്റ്റ് കൊടുത്തു. നമ്മളെ നാട്ടിൽ തന്നെ, ദൂരെ എവിടെയല്ല. ഈ താത്തക്ക് കൊടുത്ത് താത്തക്ക് നല്ല റിസൾട്ട് കിട്ടിയ സമയത്ത് എനിക്ക് നല്ല കോൺഫിഡന്റ് ആയി. പ്രൊഡക്റ്റ് ധൈര്യത്തോട് കൊടുക്കാനുള്ള ഒരു കോൺഫിഡന്റ് എനിക്ക് കിട്ടി. അപ്പൊ നമ്മളെ നാട്ടിൽ തന്നെ നമ്മളെ ആളുകൾക്ക് കൊടുക്കൽ തുടങ്ങി. കൊടുത്ത സമയത്ത് മേഡത്തിന് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടി. കാരണം നല്ല ഗുളിക കഴിക്കുക, നല്ല വേദനയും നല്ല പ്രയാസങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഗുളിക കഴിച്ചുകൊണ്ട് തന്നെ നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കാൻ തയ്യാറാകുകയും അവളത് കഴിക്കാൻ തയ്യാറാവുകയും ചെയ്ത സമയത്ത് അവക്ക് ഫുള്ളായി നോർമലായിട്ട് മാറാൻ സാധിച്ചു. തുടക്ക സമയത്ത് ദിവസവും അവള് ഗുളിക കഴിക്കായിരുന്നു. അങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് നിരന്തരം കഴിക്കൽ തുടങ്ങിയ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞു, ഒരു ഒന്നരാടനോ 2 ദിവസം കൂടുമ്പോൾ മാത്രം ഗുളിക കഴിക്കുക, ബാക്കി എല്ലാ സമയത്തും ഈ പ്രൊഡക്റ്റ് മുടങ്ങാതെ കഴിക്കുക. തൈ ഹെൽത്തും 95 ആണ് അവൾക്ക് കൊടുത്തത്. അപ്പൊ ആ ഒരു രീതിയിൽ അവൾ കഴിക്കാൻ തയ്യാറായ സമയത്ത് അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റി. പക്ഷെ അവരൊന്നും എന്തായില്ല, അവർക്ക് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയൂല, അവർ ടീച്ചറാണ് എന്നെല്ലാം പറഞ്ഞ് അവർ മാറി നിന്നു. അവർക്ക് അവർ ID തന്നെ എടുത്തോളണമെന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അത്ര പോലും റിസൾട്ട് കിട്ടിയ ആളുകൾ എന്താ പറയുന്നത്, എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ മാറി നിന്നു. അതിലൊന്നും എനിക്ക് ടെൻഷനില്ല, കാരണം അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിരിക്കുന്നല്ലോ. ഇന്നില്ലേ നാളെ തന്നെങ്കിൽ അവര് നമ്മളെ എപ്പോഴും ഓരോ മനസ്സിൽ നമ്മളും ഉണ്ടാവല്ലോ എന്നുള്ള. എത്ര ഫോളോ അപ്പ് ചെയ്താലും ബിസിനസ്സിലേക്ക് താല്പര്യമില്ലാത്ത ആളാണ്. കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡിന്റെ കൈമേൽ അത്യാവശ്യം നല്ല നിലയിൽ ക്യാഷ് ഉള്ള ഒരാളാണ്. മേഡത്തിന്റെ കൈമേൽ നല്ലൊരു പൈസ ഉണ്ട്. അതാണ് അവള് പറയുന്നത്, എനിക്ക് ഇതിന്റെ ആവശ്യം കൂടി ഇല്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷെ എന്നാലും അവരൊക്കെ നമ്മളിപ്പോ ഒരു ബഹുമാനിക്കുന്ന ഒരു രീതിയിലാണ് എന്നെ അവർ കാണുന്നത്. നമുക്ക് അത് തന്നെ നല്ലൊരു സന്തോഷമാണല്ലോ. അങ്ങനെ കുറെ ആളുകളിലേക്ക് റിസൾട്ട് കൊടുക്കാനും മാറ്റം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റിയ നല്ലൊരു അവസരമായിട്ട് ഞാൻ ഇതിനെ കണ്ടു. അങ്ങനെ ഏറ്റെടുത്തു. നമ്മള് ഈ വീട്ടിൽ കൂടെ ചെയ്ത് പ്രൊഡക്റ്റ് കൊണ്ടെടുക്കുന്ന കുറെ ആളുകളെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിൽ കൂടെ ഇപ്പൊ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമ്മളെ സൂമിലുള്ള ആളുകളോടൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ കഫ്നില് എന്തിനുള്ളതാണെന്ന് ചോദിച്ചാൽ പോലും പറഞ്ഞു തരാൻ അറിയാത്ത കുറെ ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നഷ്ടപ്പെടുത്താനായിട്ട് വീടാന്തരം കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. പല ടീമുകളിന്റെ കൂടെയും ഐഡിയ അടിച്ചിട്ട് നമ്മളൊരു സാധാ ഒരു പ്രൊഡക്റ്റ് എടുത്ത് കച്ചവടം ചെയ്യുന്നത് പോലെ ഇങ്ങനെ കച്ചവടം ചെയ്ത് നടക്കുന്ന ഒരു രീതി നമ്മുടെ പന്നൂരിലൊക്കെ നല്ല രീതിയിലുണ്ട്. അങ്ങനെ ഒരു ലേഡി എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീട്ടില് എനിക്ക് തോന്നിയ ഒരു മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു എംബ്ലം ഉണ്ട് ഓളെ കഴുത്തില്. അപ്പൊ എനിക്ക് തോന്നി ഇത് മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എൻ്റെ കൊലായിലെ വാതിൽ പെട്ടെന്ന് അടച്ചു, കാരണം എൻ്റെ ഷോക്കേസ് നിറച്ചു ഇതാണ്. അപ്പൊ അവൾ അത് കാണണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് വാതിൽ അടച്ചു. വാതിൽ അടച്ച സമയത്ത് കൊലായിൽ നിന്നു ഞാൻ ഇവളോടൊന്നു ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് ഇവളിങ്ങനെ കാണിക്കുന്നത്. നമ്മൾ സാധാ ഒരു പെനോയിലൊക്കെ വിൽക്കാൻ വന്നാൽ എങ്ങനെ ഉണ്ടാവുക, സാധാ നമ്മളുണ്ടല്ലോ ലോക്കൽ പെനോയില്, സോപ്പിന്റെ ഒരു ഇതൊക്കെ വിറ്റ് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇവളിങ്ങനെ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് ഇങ്ങനെ കാണുക. അപ്പൊ ലിവഗെയിൻ എടുത്ത് കാണിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഇത് എന്തിനുള്ളതാണ് എന്നുള്ളത് മേഡം ഒന്ന് പറഞ്ഞു തരുമോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്
എനിക്ക് ഇതൊക്കെ എല്ലാത്തിനും നിങ്ങൾക്ക് എന്താണോ അതിനൊക്കെ കഴിക്കുക, അതിനൊരു കുഴപ്പമില്ല, അങ്ങനെയുള്ളൂ, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു പ്രത്യേകതായിട്ടൊന്നും ഇതിനുണ്ടാവൂലേ, എന്താണ് ഇതിന് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നതെന്നൊന്നുമില്ലേ? അങ്ങനൊന്നുമില്ല, ഇത് എല്ലാത്തിനും കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ നമ്മളെ ലിവഗെയിൻ എന്തിനാണ് കൂടുതൽ നമുക്ക് ഇതാവുന്നത് എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഒന്ന് ഗ്യാസ് ആണ് ഗ്യാസ്, പുണ്ണുള്ളവർക്ക് പുണ്ണിന് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ നമ്മൾ പറയാൻ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളിങ്ങനെ ഒരു സാധാ ഒരു കച്ചവടം പോലെ നമ്മളിങ്ങനെ കച്ചവടം ചെയ്ത് നടക്കുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ ഇല്ലാതായി പോവുക. ആരോ ഐഡിയ എടുപ്പിച്ച് ഒരു 10-50,000 സാധനമൊക്കെ എടുപ്പിച്ചിരിക്കുന്ന ആ പെണ്ണിനെ കൊണ്ട്. പക്ഷെ എന്താണ് ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും കേൾക്കാത്ത കാരണം അവൾക്കൊന്നും അറിയുന്നില്ല. അതേപോലെ നമ്മളെ ടീമിൽ ആരും ഈ ഒരു സൂം കേൾക്കുന്നതിൽ ആരും അങ്ങനെ ആവാതെ നമ്മൾ ഈ ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സിസ്റ്റത്തിൽ കൂടെ കുറച്ച് പഠിച്ചെടുക്കുകയും കഫ്നിൽ എന്തിനുള്ളതാണെന്നും ലിവഗെയിൻ എന്തിനുള്ളതാണെന്നും വുമൺ കമ്പാനിയൻ എന്തിനുള്ളതാണെന്നും കുറഞ്ഞ രീതിയിൽ എന്നെങ്കിൽ നമ്മൾ പഠിച്ചെടുത്തിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, സെയിലിലേക്ക് പോകാവൂ എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളൊരു സാധാ ഒരു കച്ചവടം പോലെ ചെയ്ത് നമ്മളെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നഷ്ടപ്പെടുത്തിയാൽ നമ്മളെ പ്രൊഡക്റ്റിന് ഒരു മാർക്കറ്റ് ഇല്ലാത്ത രൂപത്തിലാവുക ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഏതൊരാൾ നമ്മളെ നാട്ടിൽ ഇവിടെ അടുത്തൊന്നും ഞാൻ എൻ്റെ തൊട്ട അയൽവാസികളിലൊന്നും കൂടുതലായിട്ട് ഞാൻ പ്രൊഡക്റ്റ് ഇപ്പൊ കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇതടുത്തൊരു സംഭവം ഉണ്ടായി. നമ്മളെ 3-1 ഫേസ് വാഷാ സംഭവം. വീട്ടിൽ കൂടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ഒരാൾ കൊടുത്തു പോയതാണ്. അപ്പൊ അവരെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, അവര് വാങ്ങിപ്പോയിട്ടുണ്ട്. ഇവരെ കൊണ്ട് തന്ന ആളെ നമ്പർ ഇവര് വാങ്ങിയിട്ടുമില്ല. ആ ഒരു സമയത്ത് ഇവര് എന്റെ സ്റ്റാറ്റസ് നിരന്തരം കണ്ടു. അപ്പൊ നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചിരുന്നു, ഇവിടെ ഇങ്ങനെ വീട്ടിൽ കൂടെ കൊണ്ടു തന്ന ആളുകൾ ഒരു താത്തനോട് വാങ്ങിയതായിരുന്നു. അപ്പൊ നിങ്ങളെടുത്തുണ്ട് അസീൻതാന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ഞാൻ ഈ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ അടുത്തുണ്ട് പറഞ്ഞു. അങ്ങനെ അവളോൾക്ക് ഞാൻ പ്രൊഡക്റ്റ് 3-1 ഫേസ് വാഷ് എത്തിച്ചു കൊടുക്കുകയും അവളോട് ഞാൻ ID വാങ്ങി എന്റെ കൂടെ ID എടുപ്പിക്കുകയും. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പോകുന്ന ആളുകൾ ഇതിലുണ്ട് എങ്കിൽ അവരൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ അവിടുന്ന് നമ്പർ വാങ്ങി പോരുന്നു. അവർ ഒരാഴ്ച ഒരു 3-1 ഫേസ് വാഷ് ശരിക്ക് കറക്റ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരാഴ്ചക്ക് ഉപയോഗിക്കാനേ നല്ല രീതിയിലുള്ള സംഭവം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അവിടുന്ന് ഓല നമ്പറേ വാങ്ങുന്നുള്ളൂ, നിങ്ങളെ നമ്പർ അവര് വാങ്ങാത്തൊരവസ്ഥ ആണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ അവരെ വിളിച്ചു നോക്കൽ നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാല് പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് അവരൊന്ന് വിളിച്ചു നോക്കുക. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് വാങ്ങുന്ന അവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ യാത്രയിൽ പോകുന്ന സമയത്ത് കാണുമ്പോൾ കൊടുക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ എത്രയോ പ്രൊഡക്റ്റ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ ഒരു 2-3 ലക്ഷം ഉറുപ്പ്യന്റെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ല. ഞാനത് ബാഗിലിട്ട് വീട് വിടാന്തരം കൊണ്ടുനടന്നിട്ടുള്ള സെയിലിങ് ഞാനിട്ട് ചെയ്യലുമില്ല. പക്ഷെ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്താക്കിയിട്ടുണ്ട്, കസ്റ്റമർ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അവര് നിരന്തരം ചോദിക്കും. ഇന്നലെ ഇപ്പൊ ഞാൻ എൻ്റെ മരുമോള് ഗൾഫ് പോവാണ്. അപ്പൊ അവളെ എയർപോർട്ടിലാക്കി വരുന്ന സമയത്ത് എനിക്ക് കോള് വരുന്ന, സീൻതങ്ങൾ വീട്ടിലുണ്ടോ, എനിക്കൊരു 5 പേസ്റ്റ് വേണ്ടീന്ന്. അതെന്താ, നമ്മളൊരു കസ്റ്റമർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ എന്ത് ചെയ്യൂല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുക. അവരെ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഓരോ സെയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല, ഓർക്ക് വേറൊരാളോട് വാങ്ങാൻ പറ്റൂല. പിന്നെ ആ ഒരു രീതിയിൽ നമ്മളൊരാളെ ആക്കിയെടുക്കുക. ഒരിപ്പം ലേഡീസ് ആണ് വാങ്ങുന്നതെങ്കിൽ ലേഡീസിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവർ നമ്മളെ മുതിർന്നവരാണ് എങ്കിൽ നമ്മൾ ജ്യേഷ്ഠത്തിയെ പോലെ കാണുക, ഇളയ ആളാണ് നമ്മളൊരു അനിയത്തി പോലെ കണ്ട് എപ്പോഴും ഓരോടൊരു ബന്ധം പുലർത്തിയിടുക. അപ്പൊ എന്താക്കൂല, ഓര് വേറൊരാളോട് പോയി വാങ്ങൂല. അതല്ലാതെ നമ്മളൊരു ബന്ധമൊന്നുമില്ലാതെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് നമ്മൾ സാധനം സെയിലായി കിട്ടി ആ പൈസ വാങ്ങി നമ്മൾ ഒരു ഓലൊരു വേറെ രീതിക്കാണ്. അതല്ല, നമ്മളെ പിന്നെ ഓല ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ഓർക്ക് പിന്നെ വേറൊരാളോട് വാങ്ങാൻ പറ്റുകയില്ല. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവർ ഇന്നലെ രാത്രി വെയിറ്റ് ചെയ്ത് വീട്ടിലിരിക്കുക, കൊലായിൽ വന്നിരിക്കുന്നുണ്ട് പേസ്റ്റ് വാങ്ങാൻ വേണ്ടി. അതും നരുക്കിനി ഭാഗത്തു നിന്നാ വരുന്നത്. അപ്പൊ വന്ന് 5 പേസ്റ്റ് ഒരു വാങ്ങിപ്പോയി. അപ്പൊ നമ്മൾ സ്ഥിരം കസ്റ്റമർ ഉണ്ടാക്കിയെടുക്കുക. ആ കസ്റ്റമർ ഉണ്ടാവണമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഫോളോ അപ്പ് തന്നെ വേണം. നമ്മളിപ്പോ ഒരു ടോയ്ലറ്റ് ക്ലീനർ ആയിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടാകുക, അവരോട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാത്റൂം കഴുകിയോ
എങ്ങനെയാണ് കഴുകിയിട്ട് നല്ല ക്ലോസറ്റ് ഒക്കെ നല്ലോണം നിറം വന്നോ എന്തെന്നാണ് ഒക്കെ ഒരു അഭിപ്രായം ചോദിക്കുക നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ കൊടുത്ത ആളുകള്. ഇനി ഡിഷ് വാഷ് കട്ടാ കൊടുത്തതെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കുക നിങ്ങൾക്ക് പാത്രം കഴുകിയിട്ട് എങ്ങനെ മറ്റേ പാത്രം കട്ടനെക്കാട്ടിലും വിമ്മിനെയും കാട്ടിലും ഒക്കെ നല്ല രീതിയിൽ ഉഷാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഒരു ബന്ധങ്ങൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുലർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമറായി നമുക്ക് അവരെ മാറ്റാൻ പറ്റും. ചിലപ്പോൾ എല്ലാവരും ബിസിനസ്സിൽ ഇറങ്ങിക്കൊള്ളണമെന്നില്ല. അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമായിരിക്കൂല. പക്ഷെ എന്നാലും ബിസിനസ്സിൽ ഇറങ്ങുന്ന ആളുകളും ഉണ്ടാവും. കാരണം എൻ്റെ ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവും എൻ്റെ കൂടെ ഉള്ള ഒരു ഡിസ്ട്രിബ്യൂട്ട് ഒരു സെക്കീന മേഡാണ്. ഒരു വർഷം മുൻപ് ഞാനൊരു ബിസിനസ് പറഞ്ഞൊരു വ്യക്തി നമ്മളെ നാട്ടിലുള്ള ആളാണ്. ബിസിനസ് പറഞ്ഞ സമയത്തൊന്നും മേഡത്തിന് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വർഷം ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അതിന് ശേഷം ഇപ്പൊ മേഡം എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നു, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് എനിക്ക് ചെയ്യണം എന്ന് താല്പര്യപ്പെട്ട് മേഡം ഇങ്ങോട്ട് വന്നു. അതെന്തുകൊണ്ടാ? നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നത് ഒരാൾ കാണുന്ന സമയത്ത് നമുക്ക് ഇതിലുണ്ടാകുന്ന മാറ്റങ്ങളാണല്ലോ നമ്മളൊരു ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുന്നത് ഉണ്ടാകുക. അതല്ലാതെ നമുക്ക് ഇതിൽ കാര്യങ്ങളൊന്നുമില്ല, വരുമാനങ്ങളൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യൂലല്ലോ. അപ്പൊ നമ്മൾ ബിസിനസ്സിൽ ഉറച്ചു നിന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്ത് നമ്മൾ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നാളുകളിൽ നമ്മളെ കൂടെ ഇങ്ങോട്ട് നിൽക്കാൻ ആളുകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ പ്രൊഡക്റ്റ് കൊടുക്കുന്ന രീതിയിലായാലും നമ്മൾ ആളുകളെ കണ്ടാൽ നമ്മൾ ബിസിനസ് പറയുന്ന രീതിയിലായാലും അതിലൊക്കെ നമ്മൾ ചെറിയൊരു കോൺഫിഡൻറ് ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ബിസിനസ്സിൽ ആളുകളെ നമുക്ക് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഞാനൊക്കെ കൊടുത്തിട്ട് ഇന്ന് വരെ എൻ്റെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരാളൊരു എതിർത്ത് പറയാനോ ഒരു നെഗറ്റീവ് പറഞ്ഞോ എൻ്റെ മനസ്സിലൊരു വിഷമം വരേണ്ട ഒരു വഴി എനിക്കുണ്ടായില്ല. കാരണം എന്തുകൊണ്ട്, നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 100% നമ്മൾ മാറ്റി കൊടുക്കാൻ റബ്ബ് നമ്മളല്ല, അല്ലല്ലോ. ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ സംസാരിക്കേണ്ട എന്താന്ന് വിചാരിച്ചാല് ഇത് ചില ആളുകൾ ചോദിക്കും ഇത് കുടിച്ചാൽ ഉറപ്പായിട്ട് മാറുമോന്ന്. അന്നപ്പോ ഞാൻ അവിടെ സംസാരിക്കല്, നിങ്ങൾക്കിപ്പോ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അവര് മരുന്ന് തരികയാണെങ്കിൽ ഇംഗ്ലീഷ് മരുന്നായ ഇനി ഹോമിയോ എന്ത് തരാ, ഏത് ഡോക്ടറാണ് നിങ്ങളോട് ഉറപ്പായിട്ട് മാറും എന്ന് പറഞ്ഞുങ്ങാണ്ട് ഒരു രോഗം മാറ്റി തന്ന ഡോക്ടർമാരുണ്ടോന്ന് ചോദിക്കും ഞാൻ. അപ്പൊ ഒരു പറയും അതില്ല. എന്നാൽ അതേപോലെ ഇതൊരു വെൽനെസ് പ്രൊഡക്റ്റുകളാണ്, രോഗം വന്നിട്ട് കഴിക്കേണ്ട പ്രൊഡക്റ്റുകളല്ല, രോഗം വരാതിരിക്കാനുള്ള ഒരു വെൽനെസ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടെ കുറെ ഗുണങ്ങളുണ്ട്, എവിടെ നിങ്ങൾക്ക് നഷ്ടമായി പോവില്ല. നിങ്ങൾക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു എഫേർട്ട് ഇതിനെ കൊണ്ട് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് വാങ്ങി കഴിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 100% മാറും എന്ന് പറഞ്ഞു തരാൻ ഞാൻ പടച്ചോനൊന്നും അല്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റൂല. പക്ഷെ ഇത് കഴിച്ചിട്ട് കുറെ ആളുകളിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും ഞാൻ കൊടുക്കുന്ന ആളുകൾക്ക്. അത് കേൾക്കുന്ന സമയത്ത് അവരിത് വാങ്ങി കഴിക്കാൻ തയ്യാറാവും. അൽഹംദുലില്ലാ, അത് കൊടുത്തു കഴിഞ്ഞാല് ഒരു 1-2 മാസം കണ്ടിന്യൂ കഴിക്കാൻ തയ്യാറായാൽ, അല്ലാതെ 10 ദിവസം കഴിഞ്ഞ് കഴിക്കാതെ മാറി നിൽക്കുന്ന ഒരാൾക്കും ഇതിനെ കൊണ്ട് റിസൾട്ട് കിട്ടൂല. ഏതൊരു വ്യക്തി ആയാലും ഒരു 3 മാസം തന്നെയെങ്കിലും ഇതൊരു കണ്ടിന്യൂ വാങ്ങി കഴിക്കാൻ തയ്യാറാവുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ കറക്റ്റില് അതിന്റെ സമയത്ത് അത് നമ്മൾ പറയുന്ന പോലെ നല്ല രീതിയിൽ വെള്ളം കഴിക്കാൻ പറഞ്ഞ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് ഈ ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ നല്ല റിസൾട്ട് വരുന്നുണ്ട്. അതേസമയം നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് റിസൾട്ട് വരുന്നില്ല എന്ന് പറയുന്ന ആളുകൾ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ ചോദിക്കേണ്ടത് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടില്ലേ? അപ്പൊ അവര് പറയൂല്ല വെള്ളം കുടിച്ചില്ല. അപ്പൊ നിങ്ങൾ കറക്റ്റ് സമയത്ത് കഴിച്ചിരിക്കുന്നു. നമ്മൾ ഈ ഒരു എപ്പോഴോ എങ്ങനെയോ എടുത്ത് കഴിച്ചത് കൊണ്ട് ഇതിന് റിസൾട്ട് കിട്ടുന്നില്ല. ഞാനത് ടെസ്റ്റ് ചെയ്തതാ. കാരണം നമ്മളിപ്പോ ഇന്ന് ഒരു പ്രൊഡക്റ്റ് കഴിക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മളൊരു ഒരു 8 മണിക്കാണ് കഴിച്ചെങ്കിൽ നാളെ രാവിലെ പോയി ആ ഒരു 10, 10:30, 11 മണിക്ക് പോയി കഴിച്ചതിനെ കൊണ്ട് നമ്മളെ പ്രൊഡക്റ്റിന് റിസൾട്ട് വരുന്നില്ല. അത് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമാണ്. ആയുർവേദ പ്രൊഡക്റ്റ് ഒക്കെ പറയുമ്പോൾ ഒരു ടൈം കറക്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതാണ് അത്. ഒരു കറക്റ്റ് ടൈം ഇല്ലാതെ ഞാൻ പ്രൊഡക്റ്റ് കഴിച്ച സമയത്ത് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് നമ്മൾ അതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കി ഇത് കറക്റ്റ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മാറ്റമില്ല എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ കറക്റ്റ് ടൈമിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. രാവിലെ ഇന്നിപ്പോ
ഈ രാവിലെ 8 മണിക്കാണ് കഴിച്ചത് എങ്കിൽ നിങ്ങൾ രാത്രി 8 മണിക്ക് തന്നെ കഴിക്കാൻ തയ്യാറാവുക. അതേപോലെ പിറ്റേന്ന് 8 മണി, അങ്ങനെ നമ്മൾ ടൈമിങ് കണക്കാക്കി അവരോട് പറഞ്ഞ് ആ ടൈമിങ്ങിനനുസരിച്ച് അവർ കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും. അതല്ലാതെ ടൈമില്ലാതെ എങ്ങനെയോ എന്തോ കഴിക്കുന്ന ഒരു വ്യക്തിക്കും ഈ പ്രൊഡക്റ്റ് കൊണ്ട് റിസൾട്ട് കിട്ടൂല. അത് നമ്മൾ ആദ്യം ഓർമ്മയിൽ വെക്കുക. ഇന്ന് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളും കഴിക്കുന്ന ആളുകളുമാണ് റിസൾട്ട് കിട്ടും. അങ്ങനെ ഞാൻ കൊടുത്ത പ്രൊഡക്റ്റിന് ഇന്ന് വരെ എനിക്കൊരു നെഗറ്റീവ് വന്നിട്ടില്ല. കാരണം അൽഹംദുലില്ലാ ആർക്കായാലും ഞാൻ കൊടുത്തിട്ട് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഈ കഫ്നിലൊക്കെ വീട്ടിൽ തികയാത്ത അവസ്ഥ ഉണ്ടാവല്. കാരണം എന്താ വെച്ചാല് കഫ്കെട്ടിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ 4ഉം 5ഉം ബോട്ടിലൊക്കെ വാങ്ങിപ്പോവും. കാരണം നല്ല മാറ്റാണ്. നല്ല ഇത് കഴിച്ച് മക്കൾക്കൊക്കെ കൊടുക്കുന്നേരം ഒരു ഡോക്ടർമാരെടുത്ത് പോകാതെ മാറി കിട്ടുന്നുണ്ട്. അല്ലെ എന്നും ഡോക്ടർമാരെടുത്തേക്ക് നടക്കുന്ന ഒരവസ്ഥ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ എൻ്റെ വീട്ടിലിപ്പോ അടുത്ത് തന്നെ ഒരു റിസൾട്ട് കിട്ടി. എൻ്റെ മരുമോക്ക്, ഓക്ക് പുറത്തുനിന്നൊരു വേദന ഉണ്ട്. ഓള് പണ്ടെങ്ങാനും വാർപ്പിന്റെ മുകളിലെങ്ങാനും വീണീനും പോലെ. അപ്പൊ ആ ഒരു സമയം തൊട്ടേ ഈ ഒരു വേദന ഇങ്ങനെ അലട്ടി നടക്കലുണ്ടായിരുന്നു. അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പുറംവേദന കൂടി. അങ്ങനെ ഇവര് ഇംഗ്ലീഷ് മരുന്നിലേക്ക് പോയി. അങ്ങനെ ഇവര് നിരന്തരം ഡോക്ടറെ അടുത്ത് മരുന്ന് തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ പോവും. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, നമുക്ക് മരുമോളാണ് പറഞ്ഞാലും കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വന്ന ആളുകളാകുമ്പോ പെട്ടെന്ന് നമുക്ക് ഇത് ഓരോട് ഉൾക്കൊള്ളിക്കണേ കുറച്ചൊരു സമയം എടുക്കും. കാരണം ഉമ്മ എന്തോ കുറെ ചെയ്യുന്നുണ്ട്. ഈ അടിവാരത്ത് ഭാഗത്തുള്ള ആളാണ്. സലീം സാറൊക്കെ നാട്ടിലുള്ള ആളാണ്. ഫാമിലി, ഓളെ ഫാമിലി. അപ്പൊ ഞാൻ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഓർക്കും അറിയാം, ഒരു കുടുംബക്കാർക്കൊക്കെ അറിയാം. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞെന്നറിയാം, ഈ ഇംഗ്ലീഷ് മരുന്ന് ഇങ്ങനെ പോകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, ഓയിൽമെന്റ് പെരട്ടുന്നുണ്ട്, ഇവക്ക് ഒരു മാറ്റവും ഇല്ല. ഇവക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പണി എടുക്കുമ്പോഴേക്ക് ഇവക്ക് പുറത്തുനിന്ന് വേദന വരും. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഇവളെ അമ്മയും ഇപ്പയൊക്കെ വന്ന സമയത്ത് ഞാൻ ഈ ഒരു ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇങ്ങനെയൊക്കെ ഗുണമുണ്ട് ആൾക്ക് കൊടുത്തിട്ട് കാലങ്ങൾ പഴക്കമുള്ള ഊരവേദനകളൊക്കെ മാറിയിട്ടുണ്ട്. മോൾക്ക് താല്പര്യം ഉണ്ട് എങ്കിൽ മോളെ ഏതാ ഷോക്കേസിലുണ്ട്, നോവേദന ജെല്ലും നോവേദന ക്യാപ്സ്യൂൾ ഉണ്ട്, സ്പൈറുലിൻ ഒന്ന് കൊടുത്ത് അങ്ങനത്തെ ഒക്കെ കൊടുക്കാൻ തയ്യാറായി. അവൾ കുടിക്കാനും തയ്യാറായി. ആ ഒരു സമയത്ത് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് എന്നോട് എൻ്റെ മോള് പറഞ്ഞ എന്താണെന്നറിയാം, ഇത്രയും കാലം ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു ഉമ്മന്റെ ഈ ഒരു നോവേദന ജെല്ലും ചാമ്പിത്തൈല തേച്ച് കുളിക്കലും ഒക്കെ തുടങ്ങി. ഇപ്പൊ എന്റെ ആ വേദന എവിടാ പോയത് എന്ന് കണ്ടിയില്ലാന്ന്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, നമ്മളെ വീട്ടിലായ നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഫസ്റ്റിലൊക്കെ ഇംഗ്ലീഷ് ഒന്ന് കാണിച്ചോട്ടെ. ഒരു ഇംഗ്ലീഷിന്റെ ഫലങ്ങളും അറിയണല്ലോ. അതല്ലാതെ ഒറ്റയടിക്ക് നമ്മളിത് കൊടുക്കുന്ന സമയത്ത് നമ്മളെ മരുന്നിന്റെ വില മനസ്സിലാവൂല. അപ്പൊ നിരന്തരം ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു, ഇങ്ങനെ കറക്റ്റ് കുടിച്ചു, പക്ഷെ അതിനെ കൊണ്ട് ഒരു റിസൾട്ടും കിട്ടിയില്ല. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് കഴിച്ച സമയത്ത് ഒക്കെ റിസൾട്ട് കിട്ടി. ഇന്നലെ പോകുന്ന സമയത്ത് ആദ്യം അവളെ മനസ്സിലുള്ള എന്താന്ന് വിചാരിച്ചാല്, കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഗൾഫിലേക്ക് കൊണ്ടുപോകണം അമ്മ, എനിക്ക് കുറച്ച് നോവേദന വേണം, കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. ആ ഒരു രീതിയിലേക്ക് ഓക്ക് മാറാൻ പറ്റിയ എന്തുകൊണ്ടാ, അവളെ റിസൾട്ടാണ് കാരണം. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളായാലും മരുമക്കളായാലും നമ്മളെ പുരയിലുള്ള ആളുകൾ ആരായാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കുക, ഉപയോഗിപ്പിച്ച് റിസൾട്ട് കാണുക. ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം അത്രയും ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. ഏതായാലും 6:40 ആയിട്ടുണ്ട്. പിന്നെ ഇനിയും നമ്മൾ മുന്നോട്ട് നമ്മൾ ഫോളോ അപ്പ് കൂടെ പോവുക. ഒരാളെ നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും നമ്മൾ അവരെന്ത് ചെയ്യണം, അവരെ വിളിക്കുകയും പറയുകയും ചെയ്ത് നമ്മളൊരു സഹോദര തുല്യത്തിൽ ആണുങ്ങളാണ് എങ്കിൽ ഓരോ സഹോദരന്മാരെ കൂട്ടത്തിൽ ഒരാങ്ങളമാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ബിസിനസിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എൻ്റെ കൂടെ ഒക്കെ കുറേ ആളുകൾ ഐഡിയ അടിച്ചിട്ട് ഇപ്പോഴും ഉണ്ട്. എന്താ പറയാ, ഇങ്ങനെ നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാക്കാതെ തന്നെ ഇങ്ങനെ നിൽക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങൂ 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഓല് ഒഴിവാക്കുന്നില്ല. ഇന്നില്ലെങ്കിൽ നാളെ തന്നെങ്കിലും ഓര് നമ്മളെ കൂടെ വരും. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ എത്രയോ ആളുകൾ അങ്ങനെ മാറി നിൽക്കുന്ന ആളുകൾ എത്രയോ വിളിച്ചതിന്റെ അവസരം പിന്നെയും കൂടി ഓർമ്മപ്പെടുത്തി. എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട് മേഡം, ഞങ്ങൾ ഇതാ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇറങ്ങും. പക്ഷെ ഓല് വരും, വരാതിരിക്കില്ല. അങ്ങനെ കുറെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. പക്ഷെ അവരെ നമ്മൾ എന്താക്കരുത്, പുച്ഛാക്കി തള്ളാതെ
അവരെ നമ്മളെ ബന്ധത്തിലേക്ക് നമ്മളെ എപ്പോഴും ഒരു ബന്ധത്തോട് കൂടി നമ്മൾ ഓലെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നാളെ ഓലും നമ്മളെ കൂടെ വരാനുള്ള നമ്മളെ നല്ലൊരു ബിസിനസ് ചെയ്യാനുള്ള ആളുകളായിട്ട് വരാനുള്ള ആളുകളായിരിക്കും. അപ്പൊ ഓരോ ആളുകളും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞ നാളുകളിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അവസരത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടത്. പിന്നെ നമ്മൾ ആളെ നോക്കാതെക്കുക. കാരണം ഞാൻ ഉമ്മർസ്ഥാദിനെ അളന്നത് കൊണ്ടാണ് ഉമ്മർസ്ഥാദ് കയറിയ സമയത്ത് നമ്മൾ ഒരു ബിസിനസ് പറഞ്ഞ സമയത്ത് ഉമ്മർസ്ഥാദിനെ ഞാൻ അളന്ന് എന്ന് തന്നെ പറയാ എനിക്ക്. കാരണം എന്താ വെച്ചാൽ അത് നോക്കാതെ നിൽക്കുക. നമ്മൾ ഇപ്പൊ ഒരു ബിസിനസ് പറഞ്ഞാല് നമ്മളിപ്പോ പല ആളുകളും ആയിരിക്കും ഇത് നമുക്ക് കൊണ്ടുതരാം ഈ ഒരു ബിസിനസ്. ആ സമയത്ത് നമ്മൾ ആളെ നോക്കാതെ നിൽക്കുക. ആളെ നോക്കലല്ല, എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കി കമ്പനീനെ പറ്റി പഠിക്കുക, പ്രൊഡക്റ്റിനെ പറ്റി പഠിക്കുക, ഇതിന്റെ പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കുക. അതല്ലാതെ ഒരാളും അളക്കരുത് എന്നുള്ളതാണ്. കാരണം ഉമ്രസ്ഥാനെ ഞാൻ അളന്നു പോയ കാരണമാണ് അന്ന് ഞാൻ ഇതിലേക്ക് കയറാഞ്ഞതും. പിന്നെ റഷീദ് സാറ്, ബിൻഷിറ മേഡം, സാബിത് സാർ, ഉമ്മർസ്ഥാന്റെ ഒക്കെ കട്ട സപ്പോർട്ടാണ് ഞാൻ ഇന്നും അന്നും ഉറച്ചു നിന്നത് എന്നുള്ളതും ഞാൻ ഓർമ്മപ്പെടുത്താണ്. അതൊക്കെ നമുക്ക് ഫോളോ അപ്പ് മാത്രമാണ്. അപ്പൊ നമ്മളെ കൂടെ വന്ന ആളുകളെ നമ്മൾ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് ബിസിനസ് ആവുള്ളൂ. പെട്ടെന്ന് പണക്കാരനാവുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് കുറേ ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, അവരെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. ഞാനതൊരു ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത് പോലെ ആണ് ഞാനിത് മനസ്സിലാക്കുന്നത്. നാളുകളിൽ ഒരു 800 രൂപ ആയാലും 450 രൂപ ആയാലും ഓരോരുത്തരെ അക്കൗണ്ടിലേക്ക് കയറുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം. പിന്നെ ഈ ഇംഗ്ലീഷ് മരുന്ന് സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കുന്ന ആളുകളാവണമെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ അക്കൗണ്ടിലേക്ക് വരുന്നില്ലല്ലോ. ആ മരുന്ന് മാറ്റി നമ്മളെ പ്രൊഡക്റ്റ് കഴിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ തന്നെ ഒരു രിങ്ക് ഓൽക്ക് വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോ ആ ഒരു രീതിയിലൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് DTC എന്ന റാങ്കിലാണ്. ഇപ്പൊ ഏകദേശം എൻ്റെ ടൂല് 10 ലക്ഷത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ വൺഭാഗം നല്ലൊരു പവറോട് കൂടി പവർ ഞാൻ പറയുന്നില്ല, പക്ഷെ വൺഭാഗത്ത് നല്ല നല്ല പവർ ലീഡർമാർ വന്നത് കൊണ്ട് അത് നല്ല പവറോട് കൂടി പോകുന്നുണ്ട്. അൽഹംദുലില്ലാ അവർക്കും നല്ല ആരോഗ്യത്തോടു കൂടി ബിസിനസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കൽ. നമ്മളെ കൂടെ വന്ന പോലെ നമ്മൾ കൂട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളെ പ്രാർത്ഥനയിൽ ഓലെ ഉൾപ്പെടുത്തുക. നമ്മൾ എപ്പോഴും നമ്മളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, നമുക്ക് പിയാപ്പിളക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മളെ ബിസിനസ്സിൽ വരുന്നവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവരാണ് നമ്മളെ കൂടപ്പിറപ്പ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ അവരൊരു 10 രൂപക്ക് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇൻകം വരുന്ന ആളുകളാണെങ്കിൽ അവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എപ്പോഴും നമ്മളെ പ്രാർത്ഥനയിൽ ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂടെ ബിസിനസ്സിൽ ഇറങ്ങുന്ന ആളുകൾ പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകൾ ആയിരിക്കും. അപ്പൊ കൂട്ടത്തോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് നല്ലൊരു കാര്യമായിട്ടാണ്. ഏതായാലും 6:45 എൻ്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുക. എൻ്റെ ഈ ഒരു അവസരത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ബാപ്പുത്തങ്ങളാണ് എന്നെ നിങ്ങൾ വരണം ശനിയാഴ്ച എന്നോ പറഞ്ഞിട്ടുണ്ട്, ശനിയാഴ്ച മേഡം നിങ്ങൾ വരണം എന്നുള്ളത്. ഈ ഒരു അവസരം തന്ന ബാപ്പുത്തങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. പിന്നെ എന്നെ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തിയ എൻ്റെ നാട്ടുകാരനായ ഉമർസ്ഥാദ്, റഷീദ് സാറ്, സാബിത് സാറ്, ബിൻഷിറ മേഡം, അവർക്കൊക്കെ ഞാൻ ഈ ഒരു സൂമിൽ കൂടെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ്. നമ്മളെ ലീഡേഴ്സിനെ എന്നും ഓർക്കണം എന്നാണല്ലോ. ബിജു സാറ്, ബെൽനി സാറ്, ഷായർ സാറ്, ഇവരൊക്കെ നമുക്ക് നല്ല ലീഡേഴ്സുകളാണ് നമ്മളെ മുൻനിരയിലുള്ളത്. അവർക്കൊക്കെ ഞാൻ നന്ദി പറയാണ്. ഏതായാലും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു വാക്ക് എൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. തള്ളിക്കളയാതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരിക. എല്ലാവർക്കും ഈ സൂമിലുള്ള എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും എല്ലാവരും വീട്ടിലെ മഹിഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റെടുത്തതെന്നും നമ്മളെ മക്കളിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാക്കാനും നമ്മുടെ ഫാമിലിയിൽ സന്തോഷങ്ങൾ ഉണ്ടാക്കാനുമാണ് നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു ഇളയ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതാൽ ബാപ്പു തങ്ങൾ